വാർത്തകളിലേക്ക് വിശദമായി. തൃപ്പൂണിത്തറ ചൂരക്കാട് പടക്കപ്പുരയിൽ വൻ സ്ഫോടനം, നിരവധി പേർക്ക് പരിക്കേറ്റു. രണ്ടുപേരുടെ നില ഗുരുതരമാണ്. സമീപത്തെ വീടുകൾക്കും നാശനഷ്ടമുണ്ടായി. പുതിയകാവ് ക്ഷേത്രോത്സവത്തിന് കൊണ്ടുവന്ന പടക്കമാണ് പൊട്ടിത്തെറിച്ചത്. വിവരങ്ങളുമായി AT അശ്വതി ചേരുന്നു. അശ്വതി, ശരിക്കും നാടിനെ നടുക്കിയ ഒരു സ്ഫോടനമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം? പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ലിബീഷ്, 13 പേരോളമാണ് ഇപ്പോൾ ആശുപത്രി ചികിത്സ തേടിയിരിക്കുന്നത്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഒരു നിമിഷം ഒരു നിമിഷം, നമുക്കിവിടെ നഗരസഭാ ഭാരവാഹികളുണ്ട്. അവരോടുകൂടി ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കാം. ഓക്കെ, ഇതിൽ നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നാട്ടുകാരും അതുപോലെ തന്നെ നഗരസഭാ ഉദ്യോഗസ്ഥരും ഒപ്പം മറ്റ് പോലീസ്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എല്ലാം എത്തിയിട്ടുണ്ട്. ചേട്ടാ, നിങ്ങൾ അതെ, ഞാൻ തൊട്ട് കിഴക്ക് ഭാഗത്ത് താമസിക്കുന്നത്. ഇതിന്റെ കുറച്ച് അപ്പുറത്തെ റൂട്ട്. ഇവിടെ ഞാൻ ഇവിടെ വരുമ്പോൾ ഇത് ശബ്ദം കേട്ടാണ് ഞാൻ വന്നത്. അപ്പൊ ശബ്ദം കേട്ട് വരുമ്പോൾ ഇവിടെ ആളുകളെയൊക്കെ ഇപ്പൊ ഞാനും കൂടി ചേർന്നാണ് ആളുകളൊക്കെ ഒരാളെ അവിടെ നിന്ന് എടുത്ത് വണ്ടി ശബ്ദം കേട്ട് വന്നപ്പോ ഇവിടെ മൊത്തം പുക കൊണ്ട് ഒന്നും കാണാൻ പറ്റാത്തൊരു സ്ഥിതിയിലായിരുന്നു. പിന്നെ ആളുകളെയൊക്കെ ആംബുലൻസ് ഞങ്ങൾ തന്നെ ഫയറിനെ വിളിച്ച്, അപ്പൊ ഫയർ സഡൻലി വന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് ആളുകളൊക്കെ കയറ്റി എല്ലാം തീയൊക്കെ അണച്ച് സംഗതി സുരക്ഷിതമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. പിന്നെ അതിന് മുമ്പുണ്ടായ എന്താ സംഭവം എന്നുള്ളതും നമുക്ക് വ്യക്തമല്ല. കാരണം പടക്കം ഇവിടെ കൊണ്ടുവരുന്ന ട്രാവലറൊക്കെ പൂർണ്ണമായിട്ട് കത്തി നശിച്ചിട്ട് കിടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇതിന്റെ ഒരു വെടിക്കെട്ട് പെരയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതെന്തോ ട്രാൻസ്ലേഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നിറച്ച് കൊണ്ടുപോകണതാണ്. ഉത്സവത്തിന് വേണ്ടി ഇവിടെ താൽക്കാലികമായിട്ട് സൂക്ഷിച്ചിട്ടല്ല, കൊണ്ടുവന്ന് വെച്ച് നിറച്ച് അപ്പൊ തന്നെ കൊണ്ടുപോകുന്ന സംവിധാനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നാണ് ഉത്സവം നടക്കുന്നത്. ഇന്ന ആവശ്യത്തേക്ക് വേണ്ടിയാണ് ചെയ്തത് കൊണ്ടുവന്നത്. ആളുകളുടെ നില എങ്ങനെയായിരുന്നു? ചേട്ടൻ ആശുപത്രി ആളുകൾ ഇപ്പൊ 6 പേരെ ഹോസ്പിറ്റലിൽ എത്തിച്ചാറുണ്ട്. 6 പേരുടെ 2 പേരുടെ നില ഇത്തിരി അതീവ ഗുരുതരമായ അവസ്ഥ. നിങ്ങൾ എടുക്കുന്ന സമയത്തൊക്കെ അവർക്ക് വലിയ പരിക്കുകളുണ്ടായിരുന്നു? ചെറുതായിട്ടൊന്ന് കൈ ഇവിടെ അവിടെ നിന്ന് ഒരാൾ എടുക്കുമ്പോഴാണ് എടുക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരാൾ എടുക്കുമ്പോഴും കുറച്ച് പൊള്ളലേറ്റിട്ടുണ്ട്. പക്ഷെ ഗുരുതരമായ 2 പേരെ ഞാൻ കണ്ടില്ല. അത് ആശുപത്രി കൊണ്ടുപോകും വേണം. സ്ഫോടനത്തിന് തൊട്ടടുത്ത ആൾക്കാർ ഈ വീട്ടിലൊന്നും ആരുമില്ല. അവിടെ ആ വീട്ടിൽ അവരെന്തോ എവിടെ പോയേക്കായിരുന്നാണ് പറഞ്ഞ കേട്ടത്. പക്ഷെ അവിടെ ഇല്ല. പിന്നെ ഇവിടെയൊക്കെ ആളുകൾക്ക് ചെറിയ ചെറിയ പരിക്കുകൾ ഏൽപ്പിച്ചിട്ടാണെങ്കിൽ ഒരു 10-30 കുഞ്ഞുങ്ങള്, അതായത് എന്റെ മകളുടെ കുഞ്ഞു വരെ അവിടെ പെട്ടു. അവിടെ കംപ്ലീറ്റ് മേളത്തെ ഭാഗം മൊത്തം ഈ ചില്ലുകളെല്ലാം പൊട്ടി. എന്തായാലും കുഞ്ഞുങ്ങൾക്കൊന്നും വലിയ സംഭവമൊന്നും പറ്റിയില്ല. അതൊരു ദൈവഭാഗ്യം. വളരെ കുഞ്ഞുങ്ങൾ 1 വയസ്സും, എന്റെ മോടെ കൊച്ചിനാണെങ്കിൽ 1 വയസ്സേ ഉള്ളൂ. അതിനെ കൊണ്ട് അവിടെ ഡേ കെയറിലാക്കിയിരിക്കുകയാണ്. എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് വേറെ സംഭവമൊന്നും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായില്ല. ഒരു വലിയ ഭാഗ്യമായിപ്പോയി. അവിടെ അവരുടെ വീടിന്റെ ഭാഗം ഫ്രണ്ട് മൊത്തം പൊളിഞ്ഞു പോയിരിക്കുകയാണ്. മൊത്തം വീടുകൾ, ഈ തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളൊക്കെ മുഴുവൻ പോയല്ലേ? കാണാൻ കഴിയും. പിന്നെ ദൂരെ കുറച്ചൊരു 100 മീറ്റർ അകലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പരിക്കുകളൊക്കെ ജനലുകളൊക്കെ തകർത്തിട്ടുണ്ടെന്നുള്ള. അകലെയായിട്ടുള്ള വീടുകൾക്കും കേടുപാടുകൾ ചെറുതായിട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഓക്കെ, ലിബീഷ്, ഇത്തരത്തിലാണ് ഇവിടെ നിരവധി വീടുകൾക്ക് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ തൊട്ടടുത്തുള്ള വീടുകളിൽ, ആ വീടുകളിൽ ഇപ്പോൾ കാണുന്ന ആ വീട്ടിൽ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ജീവഹാനി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ നിരവധി ആളുകൾക്ക് ഇവിടെ പരിക്കേറ്റിട്ടുണ്ട്. 2 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നും വ്യക്തമാകുന്നുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി സർ, എന്താണ് കൃത്യമായ മരണം എത്രയെന്ന് പറയാറായിട്ടില്ല. സ്ഫോടനം ഉണ്ടായിരുന്ന സാധനങ്ങൾ, വണ്ടി ഉണ്ടായിരുന്ന സാധനം പൊട്ടിത്തെറിച്ചാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൃത്യമായിട്ട് ഇവർ അന്വേഷിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. ഇതാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്നത്. അതായത് ഈ കൊണ്ടുവന്ന ഇവിടേക്ക് ഈ പടക്കങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള, ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നിട്ടുള്ള വണ്ടിയിൽ അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് പൊട്ടിത്തെറിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ദൃശ്യങ്ങളിൽ ഈ വാഹനം ഇത് പൂർണ്ണമായും കത്തി നശിച്ച ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഒപ്പം തന്നെ നമ്മുടെ നഗരസഭാ ഉദ്യോഗസ്ഥരും നമുക്കൊപ്പമുണ്ട്. സർ, എത്തുന്ന സമയത്ത് ഇത് ഇന്ന് രാവിലെ 10:30 മണിയോട് കൂടിയിട്ടാണ് ഇത് ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന ഇതിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് വൻ സ്ഫോടന ശബ്ദം തന്നെയായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാണുന്ന ട്രാവലറിലായിരുന്നു ഈ സാധനം നിറച്ചു വെച്ചത്. ഇന്ന് വൈകുന്നേരം പുതിയകാവ് വെടിക്കെട്ട് വടക്കേക്കര വിഭാഗത്തിന്റെ വെടിക്കെട്ട് നടക്കേണ്ട ഇതായിരുന്നു. അതിനു വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമായിരുന്നു. 10:30 മണിയോട് കൂടിയിട്ടാണ് ഭീകരമായ ശബ്ദത്തോട്, ഒരു സ്ഫോടന ശബ്ദത്തോട് കൂടിയിട്ട് അത് പൊട്ടിത്തെറിക്കുന്നത്. ഇപ്പൊ ആളുകളുടെ ഒരു സ്ഥിതി എങ്ങനെയാണ്? അതിപ്പോൾ പരിക്കേറ്റവരെന്ന് പറയുമ്പോൾ ഒരു 6 പേര് ഇവിടെ തൊഴിലാളികളും പിന്നെ ഒരു 6 പേര് ഈ പരിസരത്തുള്ള വീടുകളും മറ്റൊക്കെ ആയിട്ടുള്ള അതിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ 2-3 പേരുടെ നില കുറച്ച് ഗുരുതരമാണ്. എല്ലാവരും എവിടെയാണ് പ്രവേശിപ്പിച്ചത്? ഇപ്പം വിവിധ ആശുപത്രികളായിട്ടാണ് പ്രവേശിപ്പിച്ചത്. അതിൽ ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുള്ളവരെ 2-3 പേരെ മറ്റേ എറണാകുളം GH കൊണ്ടുപോയിട്ടുണ്ട്. വലിയ പരിക്കുകളാണ്? കുറച്ച് സീരിയസ് ആയിട്ടുള്ള പരിക്കാണ് അവർ. ഗുരുതരമായി തൊഴിലാളികൾ എത്ര പേരായിരുന്നു? 6 പേര്. അവരിവിടെ ഉണ്ടായിരുന്നു. ഈ പരിസരത്തുള്ള ആ വീട്ടിലെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല, അവർ എങ്ങനെ വേളാങ്കണ്ണിക്ക് എങ്ങനെ പോയിരിക്കുകയാണെന്നാണ് അറിഞ്ഞത്. പക്ഷേ പരിസരത്തുള്ള ഒരുപാട് വീടുകൾക്കൊക്കെ നല്ല കനത്ത നാശനഷ്ടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ചെയർപേഴ്സൺ നമ്മുടെ ഒപ്പമുണ്ട്. അവർ തിരക്കിലാണ്. ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഈ ഭാഗത്ത് ഉണ്ടായത്. നേരത്തെ നമ്മൾ ഇതിന്റെ ദൃക്സാക്ഷി നമ്മളോട് സംസാരിച്ചത് കേട്ടിരുന്നു. വലിയ പുക ഇവിടെ നിന്ന് ഉയർന്നത് കണ്ടു. ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും വലിയ സ്ഫോടനമാണ് ഇവിടെ ഉണ്ടായത്. ഈ വാഹനത്തിന്റെ സ്ഥിതി തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ വ്യക്തമാണ്. അത് എത്രത്തോളം ഗുരുതരമായിരുന്നു എന്ന് നമുക്കത് വ്യക്തമാണ്. ഒപ്പം തന്നെ ഏകദേശം ഒരു 100 മീറ്റർ ചുറ്റളവിലുള്ള വീടുകൾക്കൊക്കെ വലിയ തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നിരവധി ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ഇവിടെ പരിശോധനയ്ക്ക് എത്തുകയാണ്. അതായത് വിദഗ്ധമായ പരിശോധന ഈ ഭാഗത്ത് വേണം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇത് ഫോറൻസിക് പരിശോധന അടക്കം ഈ വിഷയത്തിൽ എന്തായാലും ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും ഇവിടെ ആളുകളെ ഇവിടെ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള പരിശോധന ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും ഫോറൻസിക് മറ്റ് വിദഗ്ധരുടെയും എല്ലാം തലങ്ങളിലുള്ള പരിശോധനകൾ ഇവിടെ നടക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇവിടെ ആളുകളെ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റുകയാണ്. നമ്മൾ നേരത്തെ ദൃക്സാക്ഷികളുടെ ഒക്കെ തന്നെ വിശദീകരണം, അവരുടെ ഒരു വിവരണം നമ്മൾ കേട്ടിരുന്നു. അത്രത്തോളം വളരെ ഭയാനകമായ രീതിയിലുള്ള ഒരു സ്ഫോടനമാണ് ഇവിടെ നടന്നത്. ഈ തൊട്ടടുത്തുള്ള ഈ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും ഒക്കെ തന്നെ ഈ നിലവിലെ അവസ്ഥ കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാകും. ഏകദേശം 3 പേര് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോടുകൂടി ഇപ്പോൾ നിലവിൽ ചികിത്സയിൽ കഴിയുകയാണ് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ലോഡ് ഇറക്കുന്ന സമയത്തുണ്ടായ പ്രശ്നമാണ് ഇപ്പോൾ ഈ വലിയ സ്ഫോടനത്തിലേക്ക് നയിച്ചത് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്നും ലഭിക്കുന്നത്. ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ലിബീഷ്, അശ്വതി, ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് വലിയ രീതിയിലുള്ളൊരു സ്ഫോടനം. ആ വാഹനത്തിൻ്റെ അവസ്ഥയൊക്കെ വളരെ ഭീകരമായൊരു അവസ്ഥയാണ്. ആ വീടുകളുടെ ഓടുകൾ തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെ വളരെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. ഇത് യഥാർത്ഥത്തിൽ എന്താണ്? അത് പടക്കശാല തന്നെയാണ്. അതായത് വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന സ്ഥലമല്ലല്ലോ, ഒരു പടക്കശാല. അതായത് ഈ ക്ഷേത്ര ഉത്സവത്തിന് വെടിക്കെട്ട് സാമഗ്രികൾ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്ന സ്ഥലമാണോ, അതോ ഇവിടെ നിന്ന് സാമഗ്രികൾ ഇറക്കാൻ വരുന്ന സമയത്താണോ സ്ഫോടനം ഉണ്ടായത്? ഒരു വ്യക്തതയ്ക്ക് വേണ്ടി. തീർച്ചയായും ഇത് ഉണ്ടാക്കുന്ന സ്ഥലമല്ല. ഇവിടേക്ക് ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇത് ഇറക്കുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത് എന്നാണ് നമുക്ക് ഔദ്യോഗികമായി തന്നെ ലഭിക്കുന്ന വിവരം. അത് നേരത്തെ നമുക്ക് നൽകിയ പ്രതികരണത്തിൽ നിന്ന് ഉദ്യോഗസ്ഥരും നമ്മളോട് വ്യക്തമാക്കിയിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥരും നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് അത് അത്തരത്തിൽ അവിടെ നിന്ന് ഇറക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അത് നിർമ്മിക്കുന്ന ഒരു നിർമ്മാണശാലയല്ല, പക്ഷെ അത് വലിയ രീതിയിലുള്ള ഒരു പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള തീപ്പൊരിയോ മറ്റു കാര്യങ്ങളോ ആ സമയത്ത് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആ സമയത്ത് ഇറക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്നുമാണ് ഈ വൈകുന്നേരം അമ്പലത്തിലേക്കുള്ള സാമഗ്രികൾ, അതായത് വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടി ഇവിടെ സൂക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിലെ ഒരു തൊട്ടടുത്തുള്ള വീട്ടില് എന്ന് പറയുന്നത് ആ കെട്ടിടത്തിൽ, ആ വീട്ടിലെ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അവർ വേളാങ്കണ്ണിക്ക് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. തലനാരിഴയ്ക്കാണ് കുടുംബം രക്ഷപ്പെട്ടത്. എന്തായാലും അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 13 പേരാണ് ഈ ഘട്ടത്തിൽ ചികിത്സ തേടിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. 3 പേരുടെ നില ഗുരുതരമാണ് എന്നും
അറിയാൻ സാധിക്കുന്നുണ്ട്. ഇവരെ ജനറൽ ആശുപത്രിയിലേക്ക്, എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് എന്നാണ് നഗരസഭ ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു ദൃശ്യങ്ങളിൽ തന്നെ ഇതിന്റെ ഏകദേശം ഒരു 100 മീറ്റർ ചുറ്റളവിലുള്ള എല്ലായിടത്തും വലിയ ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഇതിന്റെ കെട്ടിടങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഇനി ഇവിടെ മറ്റ് പരിശോധനകളും ഒപ്പം തന്നെ ഈ ഭാഗത്ത് ആളുകളെ ഇവിടെ നിന്ന് മാറ്റുകയും ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു. തക്ക സമയത്ത് ഇവിടെ നാട്ടുകാരെല്ലാവരും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി എന്നാണ് നമുക്ക് നേരത്തെ ദൃക്സാക്ഷികളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം തന്നെ ഈ ഘട്ടത്തിൽ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ദൃശ്യങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത് അതാണ്. ലിബീഷ്, അശ്വതി, ഈ 13 പേർക്ക് പരിക്കേറ്റതായി മനസ്സിലാക്കുന്നു. ഇതാ ആ വെടിക്കെട്ട് സാമഗ്രികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണോ? മറ്റ് നാട്ടുകാർക്ക് ആർക്കെങ്കിലും ഒക്കെ പരിക്കുണ്ട്? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? അവരെ ഏതൊക്കെ ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്? ലിബീഷ്, 6 പേരാണ് ഇവിടെ തൊഴിലാളികളായിട്ടുള്ളത്. അതായത് വൈകുന്നേരം വെടിക്കെട്ട്, അമ്പലത്തിലെ വെടിക്കെട്ടാണ്. അതിനു വേണ്ടിയിട്ട് ഇവിടെ ജോലി ചെയ്തിരുന്ന 6 പേർ തൊഴിലാളികളാണ്. മറ്റുള്ള ആളുകൾ ഇവിടെ സമീപത്തുള്ള ആളുകളാണ് എന്നാണ് അല്പസമയം മുൻപ് നഗരസഭാ ഉദ്യോഗസ്ഥർ നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. ഇവരെ തൃപ്പൂണിത്തുറ ജനറൽ ആശുപത്രിയുണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളിൽ, വിവിധ ആശുപത്രികളിലായിട്ട് ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ അവരുടെ ആരോഗ്യസ്ഥിതിക്കും അവർക്ക് വേണ്ട ആവശ്യങ്ങൾ, അതായത് ചികിത്സാ ആവശ്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവർക്ക് എത്തിക്കുന്നുണ്ട്. അവരുടെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി നോക്കുന്നുണ്ട്. എന്തായാലും 2-3 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, അതിലൊരു വളരെ ദാരുണമായ ഒരു വാർത്ത, അതിൽ ഒരാൾ മരിച്ചു എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മറ്റു വിവരങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. ഇവരെ ഇപ്പൊ ഏതൊക്കെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തതയ്ക്ക്? ലിബീഷ്, ഒന്ന് ഇവിടെ തൃപ്പൂണിത്തുറ ആശുപത്രിയിലും അതുപോലെ തന്നെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലുമാണ് പ്രധാനമായിട്ടും ആളുകൾ ഉള്ളത്. മറ്റ് വിവരങ്ങൾ നമുക്ക് എടുക്കേണ്ടിയിരിക്കുന്നു. ഈ മരണത്തെ സംബന്ധിച്ച് നമുക്കൊരു സ്ഥിരീകരണം വേണം. ലിബീഷ്, ഓക്കെ അശ്വതി, അവിടെ ഇപ്പോൾ ഏതൊക്കെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും മറ്റ് ജനപ്രതിനിധികളുമൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്? അവിടുത്തെ പരിശോധനകളും അന്വേഷണവും ഒക്കെ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഇപ്പോൾ നിലവിൽ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് നഗരസഭാ ഉദ്യോഗസ്ഥരാണ്. അവർ എത്തിയിട്ടുണ്ട്. മറ്റ് ഉദ്യോഗസ്ഥർ, സുരക്ഷാ ഉദ്യോഗസ്ഥരും ഈ ഫയർഫോഴ്സ് നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. അവരിവിടെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും അവരുടെ ഒരു പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് അറിയാം, ഇവിടെ വൈദ്യുതിയൊക്കെ തന്നെ സ്തംഭിച്ചിട്ടുണ്ട്. ഇവിടെ പോസ്റ്റുകളും എല്ലാം, വൈദ്യുതി പോസ്റ്റുകളും എല്ലാം തന്നെ തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടിയുണ്ട്. എന്തായാലും വലിയ രീതിയിൽ നിരവധി ആളുകൾ, ജനപ്രതിനിധികളടക്കമുള്ള പ്രാദേശിക നേതാക്കളടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പരിശോധന ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലിബീഷ്, അശ്വതി, ഇത് താൽക്കാലികമായി ക്ഷേത്രോത്സവത്തിന് മാത്രം നിർമ്മിച്ച ഒരു പടക്കശാലയാണോ? ഈ ഒരു ജനവാസ കേന്ദ്രത്തിലാണല്ലോ ഈ പടക്കശാല നിലനിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് ഈ പുതിയകാവ് ക്ഷേത്രത്തിലേക്ക് എത്ര ദൂരമുണ്ട് ഇവിടെ നിന്ന്? ഇവിടെ നിന്ന് പുതിയകാവ് ക്ഷേത്രത്തിലേക്ക് 2 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ ഉള്ളത്. അതായത് ഇവിടെ നിന്നാണ് അങ്ങോട്ടേക്ക് പടക്കം എത്തിക്കുന്നത്. ഇന്ന് വൈകുന്നേരമാണ് ഇത് ഉള്ളത്. അതായത് ഇന്ന് വൈകുന്നേരമാണ് ഈ വെടിക്കെട്ട് നടത്താനായിട്ട് നിശ്ചയിച്ചിരുന്നത്. എന്തായാലും ഇവിടെ ഈ പുതിയകാവ് ക്ഷേത്രത്തേക്ക് 2 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. അതിനുള്ളിലാണ് ഈ ഒരു ഇത് ഉള്ളത്. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ തൊട്ടടുത്തുള്ളൊരു വീടിൻ്റെ സ്ഥിതിയാണ്. ആ വീട് പൂർണ്ണമായിട്ടും തകർന്നു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. ഇതിൻ്റെ ഉള്ളിലെ സാമഗ്രികളെല്ലാം ഇവിടെ തരിപ്പണമായിരിക്കുകയാണ്. ചേട്ടൻ ഈ വീട്ടിലെ ആളാണോ? അല്ല, ഞാൻ ഒച്ച കേട്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണത്. ശബ്ദം കേട്ടിട്ട് വന്നതാണ് ഞാൻ. ഇവിടെ ഒരു ചേട്ടന് പുള്ളിക്കാരൻ്റെ വൈഫ് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ അവര് പേടിച്ച് ചില്ല് പൊട്ടിയിട്ട് അവരുടെ കയ്യിലൊക്കെ കുറച്ച് അതാണോ ബ്ലഡ് കിടക്കണം. അവരെ ഹോസ്പിറ്റലിലാക്കി. പിന്നെ വലിയ കാര്യമായില്ല. ഇപ്പോൾ ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞു. കയ്യിലൊന്ന് സ്റ്റിച്ച് ഇടണം. ദേവി ഹോസ്പിറ്റൽ. പിന്നെ അച്ഛനുണ്ടായിരുന്നു. പുള്ളി പുറകിലായിരുന്നു. അതുകൊണ്ടൊന്നും പറ്റിയില്ല, കാര്യമായിട്ടൊന്നും പറ്റിയില്ല. അതിൻ്റെ ഉള്ളിലുണ്ട്. ലിബീഷ്, ഇത്തരത്തിലാണ്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നതിന് തൊട്ട് മുൻപിലുള്ള
ഒരു വീടിന്റെ ഉള്ളിലാണ്. ചേട്ടാ, ഈ ഇവിടെ താൽക്കാലികമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന അതെ അതെ, ഇന്ന് വന്ന ലോഡാണെന്നാണ് കേട്ടത്. ഇവിടെ സ്റ്റോക്ക് ചെയ്യാറില്ലെന്നാണ് കേട്ടത്. ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്നു? ഇല്ല, സ്റ്റോക്ക് ചെയ്യാറില്ല. ഈ ഉത്സവത്തിന് വേണ്ടി മാത്രം? ഉത്സവത്തിന് മാത്രം ഇന്ന് വന്നതായിരുന്നു ലിബിഷ്. പറഞ്ഞു കേട്ടത്. ഞാനിവിടെ ശരി. ലിബിഷ്, ഇത് തന്നെയാണ് നമുക്ക് നേരത്തെയും നമ്മൾ ആളുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. അതായത് ഇത് ഇത്തരത്തിൽ ഇന്ന് കൊണ്ടുവന്ന ലോഡാണ്. അതായത് താൽക്കാലികമായിട്ട് ഇന്ന് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന ലോഡാണ്. അങ്ങനെയാണ് ഈ സ്ഫോടക വസ്തുക്കൾ, ഈ പടക്കങ്ങൾ ഇവിടെ സൂക്ഷിക്കുന്നത്. താൽക്കാലികമായിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു ഇത് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഏകദേശം 2 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് ഇവിടേക്കുള്ളത്, അതായത് അമ്പലത്തിലേക്കുള്ളത്. എന്തായാലും മറ്റ് കാര്യങ്ങൾ, അതായത് ഈ ഇത്രയും ഗുരുതരമായ രീതിയിലാണ് ഈ വീട് കിടക്കുന്നത്. ഇതേ സമാനമായ രീതിയിലാണ് ഇതിന് തൊട്ടടുത്ത വീടുകളെല്ലാം തന്നെ ഉള്ളത്. വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായി എന്ന് നമുക്ക് ബോധ്യമാക്കുന്ന ചില ദൃശ്യങ്ങൾ കൂടിയാണിത്. അതായത് ഇതിൻ്റെ ഒരു ആകെത്തുകയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ലിബീഷ്, പുതിയ ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമാണ്. എത്ര വലിയൊരു സ്ഫോടനമാണ് അവിടെ ഉണ്ടായിരിക്കുന്നതെന്ന്. സമീപത്തെ വീടുകൾക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു നടുക്കത്തിൽ തന്നെയാണ് ആളുകളുള്ളത്. പ്രധാനപ്പെട്ട നഗരസഭാ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നഗരസഭയിൽ നിന്നുള്ള ജനപ്രതിനിധികളും ചെയർപേഴ്സൺ അടക്കമുള്ളവർ അവിടെ നേരത്തെ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു. അശ്വതിയ, സമീപത്തെ വീടുകളുടെയൊക്കെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ലിബീഷ്, ഒരിക്കൽ കൂടി. അശ്വതിയ, സമീപത്തെ എത്ര ഈ കിലോമീറ്റർ ചുറ്റളവ് ഈ സ്ഫോടനത്തിന്റെ ഒരു പ്രകമ്പനം ഉണ്ടായി? ആ വീടുകളുടെയൊക്കെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ലിബീഷ്, ഏകദേശം ഒരു 200 മീറ്റർ ചുറ്റളവിൽ ഇത്തരത്തിലുള്ള സമാനമായ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഈ വീട് ഞാൻ നിൽക്കുന്ന ഈ വീട് എന്ന് പറയുന്നത് ഇതിന് ഏറ്റവും അടുത്തുള്ള വീടാണ്. അതായത് ഈ സംഭവം നടന്നതിന് ഫ്രണ്ടിലുള്ള വീടാണ്. ഇവിടെ ഏകദേശം പൂർണ്ണമായിട്ടും ഇത് തകർന്നു. ഇതിന്റെ ചുമരുകളൊക്കെ തന്നെ തകർന്നു. ഇതിപ്പോൾ കൂടുതൽ വലിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണികൾ ഈ വീടിന് എന്തായാലും വേണ്ടിവരും. അത്തരത്തിലാണ് നിലവിലുള്ളത്. ഒപ്പം തന്നെ സമീപത്തുള്ള വീടുകളിൽ പലതിൻ്റെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശാരീരിക പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 200 കിലോമീറ്ററിന് ചുറ്റളവിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അകലേക്ക് പോകുന്തോറും ആ വീടുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അടുത്തുള്ള ആളുകൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിപ്പോൾ നിൽക്കുന്നത്. ഈ വീട് നമുക്ക് അറിയാം, ഇതൊരു സാമ്പിളാണ്. അതായത് ഈ വീട് എന്ന് പറയുന്നത് ഒരു സാമ്പിളാണ്. സമാനമായ രീതിയിലാണ് ഇതിന് തൊട്ടടുത്ത വീടുകളെല്ലാം തന്നെ തകർന്നിരിക്കുന്നത്. ഇതിന്റെ ജനലും മറ്റു കാര്യങ്ങളും എല്ലാം തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ഇതിന്റെ പുറകുവശത്തേക്ക്, ഈ വീട് ഇത് അല്പം വലിയ വീടാണ്, പക്ഷെ ഇതിന്റെ പുറകുവശത്തേക്കൊക്കെ തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നാണ് ലിബീഷ്. ശരി അശ്വതി, സമഗ്രമായ വിവരങ്ങളാണ് അശ്വതി നൽകിയത്. തൃപ്പൂണിത്തറ ചൂരക്കാട് പടക്കശാലയിൽ വൻ സ്ഫോടനമുണ്ടായിരിക്കുന്നു. ഒരു മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സമീപത്തെ വീടുകൾക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു. വൻ നാശനഷ്ടമാണ്. വാഹനങ്ങളടക്കം കത്തി നശിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വീടുകളുടെ ഓടുകളും മറ്റ് ടെറസിൻ്റെ സാമഗ്രികളും എല്ലാം തന്നെ ചിതറിക്കിടക്കുന്ന കാഴ്ച, വാഹനങ്ങൾ കത്തി നശിച്ചിരിക്കുന്ന കാഴ്ച. ഒരു മരണം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. വലിയ രീതിയിലുള്ള അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. വലിയൊരു ദുരന്തത്തിൻ്റെ ദൃശ്യങ്ങളാണ് ആ പ്രദേശത്ത് നിന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അശ്വതി, എല്ലാ ഉദ്യോഗസ്ഥരും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ അന്വേഷണത്തിൽ പ്രാഥമികമായിട്ട് എന്തെങ്കിലുമൊക്കെ സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഈ പടക്കശാല അനുമതിയോടെ തന്നെയാണോ പ്രവർത്തിച്ചിരുന്നത്? ഇവിടെ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇതൊരു പടക്കശാലയല്ല ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഈ പടക്കങ്ങൾ താൽക്കാലികമായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. മാത്രമല്ല 25ഓളം വീടുകൾക്കാണ് ഇവിടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്, നേരിട്ട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. മറ്റ് വീടുകളുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് അതുകൂടി പരിശോധിക്കണം. അത് കൃത്യമായ രീതിയിലാണോ, അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ദേവി ഹോസ്പിറ്റൽ, കളമശ്ശേരി മെഡിക്കൽ കോളേജ്, തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രി, അതുപോലെ തന്നെ എറണാകുളം ജനറൽ ആശുപത്രി, ഗുരുതരമായ പരിക്കുള്ള ആളുകളെയൊക്കെ ജനറൽ ആശുപത്രിയിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നതെന്നാണ് അല്പസമയം മുമ്പ് നഗരസഭ അധികൃതർ നമ്മളോട് വ്യക്തമാക്കിയത്.
എന്തായാലും ഇങ്ങനെയാണ് ഈ ആശുപത്രികളിലായിട്ടാണ് പ്രധാനമായും ആളുകളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഇതിന്റെ ഇപ്പോൾ നിലവിൽ അവിടെ നടക്കുന്ന ഈ പ്രദേശത്ത് നടക്കുന്നത് ഇതിന്റെ എത്രത്തോളം ആഴത്തിലാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്, അതിന്റെ നാശനഷ്ടങ്ങളുടെ ഒരു തോത് അതൊക്കെ കണക്കാക്കുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ, പോലീസ് ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ, മറ്റ് വിവിധ വകുപ്പ് തലത്തിലുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പരിശോധന ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം തന്നെയായിരുന്നു ഇതെന്ന് നമുക്ക് വ്യക്തമാണ്. നമ്മളൊരു ഈ വീട് കാണിക്കുമ്പോൾ തന്നെ ഇത് മുഴുവൻ ഏകദേശം പൂർണ്ണമായും തകർന്ന നിലയിലാണ് കാണപ്പെടുന്നത്. ഇത് തന്നെയാണ് സമീപത്തുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ